കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം വയനാട് സംഭവിച്ചിട്ട് ഇന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനെ, ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനെ കേരളം ഒന്നാകെയാണ് ചേർത്ത് പിടിച്ചത്. കേരളം ഒന്നാകെയാണ് അവരുടെ കണ്ണീരൊപ്പിയത്. ഇനിയും അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ നിലവിൽ അവരെ സഹായിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. പക്ഷേ ഇതേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചുറ്റിപ്പറ്റി ഒത്തിരിയേറെ അഭ്യൂഹങ്ങളും ഒത്തിരിയേറെ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് പോലും സംശയങ്ങൾ തോന്നുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് ആരും പൈസ അയക്കേണ്ടതില്ലെന്നും 300ഓളം വീടുകൾ വെച്ച് നൽകാൻ പല സംഘടനകളും വ്യക്തികളും മുമ്പോട്ട് വന്ന സാഹചര്യത്തിൽ ഇനിയും എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് പൈസ അയക്കുന്നതെന്നടക്കമുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീടുകൾ മാത്രം വെച്ച് കൊടുത്തിട്ടല്ല അവരെ പുനരധിവസിപ്പിക്കേണ്ടത്. ആദ്യം അവർക്ക് ബേസിക് ആയിട്ടൊരു അക്കോമഡേഷൻ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ഒരു വീട് പണി പൂർത്തിയാകുന്നത് വരെ അവർക്ക് താൽക്കാലികമായിട്ടൊരു അക്കോമഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം 8000ഓളം വരുന്ന ആളുകൾ ഒരു ക്യാമ്പിലാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമേ അവർക്ക് ബേസിക് ഒരു അക്കോമഡേഷൻ കൊടുക്കണം. പിന്നെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് വന്നിരിക്കുന്നവർ, അവർക്ക് മാനസികമായും ശാരീരികമായുള്ള പ്രശ്നങ്ങൾക്കെല്ലാം റിലീഫ് കിട്ടണം. അവരുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവരെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വേണ്ട വെട്ടവും വെള്ളവും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ സ്കൂളുകളും അവിടെ ഉണ്ടായിരുന്ന കടകളും എല്ലാം നമുക്ക് തിരികെ നൽകേണ്ടതുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ സർക്കാർ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് എത്ര നാൾ വൈകി പോകുന്നു, അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു ഫണ്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം ആശ്രയിച്ചിരിക്കുമ്പോഴോ ഈ പറയുന്ന ദുരിതബാധിതരായിട്ടുള്ള ഈ ആൾക്കാരെ നമ്മൾ എത്ര നാൾ ഈ വിധിക്ക് വേണ്ടി തള്ളിവിടണം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേക്കും നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണോ, ഇതിലോട്ട് പൈസ അയക്കണോ എന്നുള്ള പേടിയും കാര്യങ്ങളല്ല. അതിന് നമുക്ക് ആകെ പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത്, ഇത് ശരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടാണെന്നും ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെല്ലാം റവന്യൂ വകുപ്പാണെന്നും CAGയുടെ ഓഡിറ്റിങ്ങിന് വിധേയമായ ഒരു ഫണ്ടാണെന്നും എന്തെങ്കിലും ക്രമക്കേട് ഇതിലുണ്ടായാൽ CAGയുടെ റിപ്പോർട്ടിൽ വരുമെന്നും അത് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും എടുത്ത് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള അക്കൗണ്ടാണ്. നമുക്ക് ഇതിനകത്ത് എത്ര രൂപ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എത്ര രൂപ വന്നു, എത്ര രൂപ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനായിട്ട് പറ്റും. പിന്നെയും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിവരാവകാശം വെച്ച് നമ്മുടെ കൂടുതൽ സംശയങ്ങൾക്ക് അവർ ഉത്തരം തരാൻ ബാധ്യസ്ഥരാണ്. ഇനി അതിലും നമുക്കൊരു തൃപ്തിയായില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നിലവിൽ ഇവർക്ക് വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മളാൽ കഴിയാവുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി എത്തിക്കുകയാണെങ്കിൽ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും കൂടെ ചെറിയ സഹായങ്ങൾ കൂടി ചേരുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു വലിയ സഹായമായിട്ട് തന്നെ അത് മാറും. ഇനി എനിക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, ശരിക്കും നമ്മൾ സംഭാവനകൾ നൽകണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എല്ലാത്തിനുള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ സംശയങ്ങൾ നമുക്ക് മുമ്പോട്ട് വെക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംശയം മുമ്പോട്ട് വെക്കുമ്പോൾ, നിങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു ജനതയ്ക്ക് കിട്ടേണ്ട സഹായം കൂടിയാണ് നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. കാരണം നിങ്ങൾ കേവലം ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്. നിങ്ങൾ പറയുന്നത് പിന്തുടരുന്ന, നിങ്ങളെ പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പുറകിലുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഏതൊരു കാര്യവും അവർക്ക് കിട്ടേണ്ട സഹായത്തെ ആയിരിക്കും തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. നമുക്ക് ശരിക്കും അവിടെ സുതാര്യത ഉറപ്പുവരുത്താനായിട്ട് നമുക്കിതിൽ എന്തെങ്കിലും ക്രമക്കേട് തോന്നിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. ഇത്തരത്തിൽ എല്ലാ ആളുകളും കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഫണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ നമുക്ക് പോയിട്ട് അതിൻ്റെ പുറകിലുള്ള ആളുകളെല്ലാം മുമ്പോട്ട് കൊണ്ടുവരാം. അന്ന് നിങ്ങളുടെ പുറകെ ഈ ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഈ വയനാടിനെ, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്ത് നമുക്ക് മാക്സിമം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. ഇത്ര മാത്രമേ ഉള്ളൂ. നന്ദി.